പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഷപ്ന സിയാദ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷപ്ന, എപ്പോഴാണ് ഇന്ന് ഈ പ്രതികൾ നൽകിയ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്? ഒപ്പം തന്നെ അമ്മ ഹർജി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിയുടെ പരിഗണനയിൽ എപ്പോഴാണ് വരുന്നത്? വീണ, രാവിലെ 10:15 ഹൈക്കോടതി ഈ കേസിൽ വിധി പറയും. 19 പ്രതികളാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. CBI ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹതയില്ല. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തങ്ങൾ നിരപരാധികളാണ്. അത്തരത്തിൽ CBI ആരോപിക്കുന്നത് പോലെ ക്രൂരമർദ്ദനത്തിനിരയായല്ല സിദ്ധാർത്ഥ് മരണപ്പെട്ടത്. സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന ഒരു വാദമാണ് പ്രതികൾ ഉന്നയിക്കുന്നത്. എന്നാൽ CBIയുടെ കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ക്രൂരമായി മർദ്ദിക്കുകയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്തു, വൈദ്യസഹായം നിഷേധിച്ചു, അത്തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങിയതാണ് ഈ കുറ്റപത്രം. ഇവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുമ്പോൾ തന്നെ ഈ സിദ്ധാർത്ഥന്റെ അമ്മ ഷീത ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുത്. CBIയുടെ കുറ്റപത്രത്തിൽ പ്രതികളുടെ പങ്ക് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന ആവശ്യമാണ് ഈ മാതാവ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഷപ്ന പറയുന്നത് വ്യക്തമാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുക. സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്.